ഇതൊക്കെ എന്ത് വെറും ചീളുകേസെന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ബി.ജെ.പി. അധ്യക്ഷ പദവിയെപ്പറ്റി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറച്ച നിലപാട്. രാജീവ് ചന്ദ്രശേഖരൻ ലഭിച്ച പുതിയ പദവി ഭാരിച്ച ഉത്തരവാദിത്തമേ അല്ലെന്ന് സുരേഷ് ഗോപി അടിവരയിട്ട് പറയുന്നു. കേരളത്തിലെ ബി.ജെ.പിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ നിഷ്പ്രയാസം സാധിച്ചെടുക്കാവുന്ന ഉദ്യമം മാത്രമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അത് പലതവണ നമ്മൾ കണ്ടതാണെന്നും സുരേഷ് ഗോപി പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ രാജീവിനുണ്ടെന്ന് വ്യക്തമാകുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ ഗ്രൂപ്പുകളെയോ മറ്റ് പ്രസിഡന്റ് സ്ഥാനമോഹികളെയോ ഒട്ടും കൂസാതെ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. മുൻ അധ്യക്ഷന്മാർ കൂടുതൽ കരുത്ത് പകർന്നാണ് പാർട്ടിയെ ഇവിടെ വരെ എത്തിച്ചത്. അതുക്കും മേലെ എന്ന് പറയുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നതെന്നും നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കാനുണ്ടെന്നുമാണ് സുരേഷ് ഗോപി യോഗത്തിൽ ആത്മവിശ്വാസം നൽകിയത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നിർമ്മല സീതാരാമനും വേണ്ടി കേരളം മൊത്തത്തിൽ നമ്മൾ എടുക്കാൻ പോകുകയാണെന്ന് ആഞ്ഞടിച്ച് എല്ലാവരും പ്രഖ്യാപിക്കണമെന്നും സുരേഷ് ഗോപി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കെ സുരേന്ദ്രൻ തന്റെ ബാറ്റൺ രാജീവ് ചന്ദ്രശേഖരന് കൈമാറിയതോടെ സൈദ്ധാന്തിക വിപ്ലവത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. ഇക്കാര്യം മനസ്സിലാക്കി എതിരാളികൾ പ്രതിപ്രവർത്തനം തുടങ്ങിയാൽ മാത്രമേ ബി.ജെ.പിക്ക് ഇത് ഭാരിച്ച ജോലിയാകൂ. അത് മനസ്സിലാക്കാതെ എതിരാളികൾ എന്നും രാജീവിനെയും ബി.ജെ.പിയെയും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് താൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കമെന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം. ഞായറാഴ്ച ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റായി നിയോഗിച്ചത്. ജനറൽ സെക്രട്ടറി എം ടി രമേശ്, ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ എന്നിവർ അവസാനം വരെ പരിഗണനയിലുണ്ടായിരുന്നു. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭാംഗമായ രാജീവ് ചന്ദ്രശേഖർ രണ്ടാം മോദി സർക്കാരിൽ ലോകം മുഴുവൻ അറിഞ്ഞ IT വകുപ്പിന്റെ ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു. ഇലോൺ മസ്കിന്റെ എക്സിനെതിരായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും തുടരുന്ന പോരാട്ടങ്ങൾ തന്നെ ശ്രദ്ധേയം. സംഘപരിവാർ സംഘടനകളിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരാൾ സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷനാകുന്നത് ആദ്യമായാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, സംഘപരിവാറിനും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വിശ്വസ്തൻ തന്നെയാണ്. ഗുജറാത്തിലെ ഒരു മലയാളി കുടുംബത്തിൽ ജനിച്ച് വിദേശ വിദ്യാഭ്യാസം നേടി IT ജോലിയിലും ബിസിനസ്സിലുമൊക്കെ തൻ്റെതായ നേട്ടങ്ങൾ സ്വന്തമാക്കി 2006 സ്വതന്ത്രനായാണ് രാജീവ് ചന്ദ്രശേഖർ രാജ്യസഭാംഗമായത്. പിന്നീടാണ് ബി.ജെ.പി. ചേർന്നത്. പിന്നീട് രാജീവ് ചന്ദ്രശേഖരനെ തിരിഞ്ഞു നോക്കേണ്ടിയും വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ ആഗോള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമായി തന്നെ അറിയിച്ച് രാജീവ് ചന്ദ്രശേഖർ ലോകശ്രദ്ധ നേടിയിരുന്നു. ആ രാജീവ് ചന്ദ്രശേഖരനാണ് ഇപ്പോൾ ബി.ജെ.പി. കേരളത്തിൻ്റെ അധ്യക്ഷനാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് സുരേഷ് ഗോപി എടുത്തു പറയാനുള്ള ഗുണങ്ങളിൽ ഒന്നും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.